ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരുപാട് മരണത്തിന്റെ ഗെയിമുകൾ കണ്ടിട്ടുണ്ട്. അതായത് ഗെയിമിൽ തോറ്റു കഴിഞ്ഞാൽ ആൾ മരണപ്പെട്ടു പോകും. അതുപോലൊരു ഗെയിം അല്ലെങ്കിൽ ഒരു മത്സരമാണ് നമ്മൾ ഈ സിനിമയിലൂടെ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു 50 പേര് അവരങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം റോട്ടിലൂടെ. ഇതൊരു മത്സരമാണ് കേട്ടോ. മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അളവറ്റ സമ്പത്താണ് വിജയിക്ക് കിട്ടുക. എന്നാൽ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഈ മത്സരം. ഈ നടത്തുണ്ടല്ലോ, ഇതിനൊരു ഫിനിഷിംഗ് പോയിന്റ് ഇല്ല. നടന്നുകൊണ്ടേയിരിക്കണം. അതായത് ആ പട്ടാളക്കാർ പറഞ്ഞ ആ സ്പീഡിലല്ലാതെ വളരെ സ്ലോ ആയിട്ട് നടക്കാനും പാടില്ല, നിൽക്കാനും പാടില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അപ്പത്തന്നെ അവർ വെടിവെച്ച് കൊന്നുകളയും. അതായത് ഒന്നില്ലെങ്കിൽ വിജയിക്കുക, അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ ഒരു ഗെയിമാണിത്. അപ്പൊ ആ ഒരു ഗെയിമിൽ പങ്കെടുത്ത ആ 50 പേർ അവർക്ക് എന്ത് സംഭവിച്ചു, അവസാനം ആര് വിജയിക്കും, ഇതാണ് നമ്മൾ ഈ കഥയിലൂടെ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, ഇത് നടക്കുന്നത് 1970-കളിലെ അമേരിക്കയിലാണ്. ഇതൊരു യഥാർത്ഥ ചരിത്രമൊന്നുമല്ല, ഒരു സാങ്കല്പിക കഥയാണ്. അന്ന് ആ കാലഘട്ടത്തിൽ അമേരിക്ക ഭരിക്കുന്നത് ഒരു ഗവൺമെന്റ് അല്ല, പകരം പട്ടാള ഭരണമാണ് അവിടെ. അന്നത്തെ ആ ഒരു പട്ടാള ഭരണകൂടം എന്തോ ഒരു മത്സരം നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു പയ്യൻ പോകുന്നുണ്ട്. അവന്റെ അമ്മയുടെ കൂടെ അവരുടെ കാറിലാണ് പോകുന്നത്. ലോങ് വാക്ക് എന്നാണ് ആ ഒരു മത്സരത്തിന്റെ പേര്. പോകുന്ന നേരത്തെ തന്നെ അമ്മ അവനോട് പറയുന്നുണ്ട്, ഡാ മോനെ നീ പോണ്ടടാ. ഇതേ സമയത്തിന് ആ ഒരു പയ്യൻ, അവന്റെ ശരിക്കുള്ള പേര് ഇതിൽ പറയുന്നത് കുറച്ച് ടഫാണ് പറയാൻ, അതുകൊണ്ട് തൽക്കാലം നമുക്ക് കൂപ്പർ എന്ന് വിളിക്കാം. അപ്പൊ കൂപ്പർ അമ്മയോട് പറയാണ്, ഇല്ല അമ്മേ, എനിക്ക് എന്തായാലും ഈ മത്സരത്തിൽ പങ്കെടുക്കണം, ഇതെന്റെ തീരുമാനമാണ് അമ്മേ. ഇതേ സമയത്ത് തന്നെ അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് സമ്മതിക്കായിരുന്നോ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ചെറിയൊരു വിഷമത്തില് കൂപ്പർ പറയാണ്, അതിനിപ്പോ അച്ഛനില്ലല്ലോ. അങ്ങനെ അവരുടെ ആ ഒരു കാറ് മത്സരം നടക്കുന്ന ആ ഒരു ഔട്ട് പോസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് ബാഗിലുള്ള കാര്യങ്ങളൊക്കെ കൂപ്പർ ചെക്ക് ചെയ്യാണ്. ആ നേരം അവന്റെ അമ്മ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതായത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അവൻ പങ്കെടുക്കാൻ പോകുന്ന ഈ മത്സരം എത്രത്തോളം കഠിനമായിട്ടുള്ളതാണെന്ന്. പിന്നീട് അമ്മയോട് യാത്ര പറഞ്ഞ് ആ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അവൻ പോകുന്ന സമയത്ത് അമ്മ വീണ്ടും വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഡാ മോനെ, ഒന്നുകൂടെ ആലോചിക്കടാ, ഇത് വേണ്ടടാ. കൂപ്പറിനോട് അവന്റെ അമ്മ കരഞ്ഞു പറഞ്ഞെങ്കിലും വിഷമത്തോടു കൂടി തന്നെ കൂപ്പർ പറയാണ്, ഇല്ല അമ്മേ, ഇത്തവണ എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണം. പിന്നീട് ആ മത്സരത്തിലേക്ക് വന്ന 50 പേരുണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമ്മുടെ കൂപ്പറും പോവാണ്. അവിടെ വെച്ചൊരാളെ പരിചയപ്പെടുന്നുണ്ട്. അവന്റെ പേര് പീറ്റർ എന്നാണ്. ലോകത്ത് എവിടെയില്ലാത്തൊരു പ്രത്യേകതരം മത്സരമല്ലേ. സോ ഇങ്ങനെ ഒരു മത്സരത്തിന് പോകുന്ന സമയത്ത് കൂടെ ഒരു കൂട്ടുകാരനുള്ളത് നല്ലതാണല്ലോ. പിന്നീട് അവിടെയുള്ള ബാക്കിയുള്ള ചില ആൾക്കാരുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൂപ്പർ നോക്കുന്നുണ്ട്. ആ സമയത്ത് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു പയ്യനെ കാണാണ്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിട്ട്. അവന്റെ പേര് ബില്ലി സെബാസ്റ്റ്യൻ ആണ്. എന്നാൽ അവനോട് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആളൊരു ഇച്ചിരി കടുപ്പാണ്, ആരോടൊന്നും മിണ്ടുന്നില്ല. ഇതിനുശേഷം ഒരു കൊറിയൻ വംശജനായിട്ടുള്ള ഒരുത്തനെ പരിചയപ്പെടുന്നുണ്ട്. ആളുടെ പേര് ഹോങ് എന്നാണ് കേട്ടോ. ഒരു പച്ചപ്പാവും. അതുപോലെ തന്നെ ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് അമേരിക്കൻ. ഡേവിഡ് ആണെങ്കിൽ നല്ല ദൈവവിശ്വാസിയാണ്. ഇവരുടെ തൊട്ടപ്പുറത്തായിട്ട് മുടി നീട്ടി വളർത്തിയ മറ്റൊരു പയ്യനുണ്ട്. അവന്റെ പേര് ഗ്യാരി എന്നാണ്. ഇവർ ഈ സംസാരിക്കുന്ന കാര്യമൊക്കെ കേൾക്കുകയല്ലാതെ ഇവരോട് ചെന്ന് ഫ്രണ്ട്ഷിപ്പ് കൂടാനൊന്നും ഈ ഗ്യാരി നിൽക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കൂപ്പർ നോക്കുമ്പോൾ ഒരു ചെറിയ പയ്യനെ കൂടെ അവിടെ കാണുന്നുണ്ട്. അവന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ തോമസ്. തോമസിനോട് ഇവരെല്ലാവരും ചോദിക്കണം, അല്ല നീയും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാണോ, അതിന് നിനക്ക് 18 വയസ്സായോ എന്ന് ചോദിക്കുകയാണ്. തോമസ് പറയണം, പിന്നെ എനിക്ക് 18 വയസ്സായിട്ടുണ്ട്. എന്നാൽ ഇതാരും വിശ്വസിക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവന് 16 വയസ്സേ ആയിട്ടുള്ളൂ. കുടുംബത്തിലെ കഷ്ടപ്പാട് കാരണം ഈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബത്തെ നോക്കാലോ എന്ന് കരുതിയിട്ടാണ് പാവം ആ ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ മത്സരത്തിന് വന്നിരിക്കുന്നത്. എന്തായാലും മത്സരം തുടങ്ങുന്നതിന് മുന്നേ ഈ മത്സരം ഇവിടെ നടത്തുന്ന അവിടുത്തെ പട്ടാളക്കാരുടെ തലവനായിട്ടുള്ള മേജർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ഈ മത്സരത്തിന് വന്ന 50 പേർക്കും ഓരോ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂപ്പറിന് കിട്ടിയിരിക്കുന്നത് 47ാമത്തെ നമ്പറാണ്. ഇതിനുശേഷം എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നതെന്ന് ഈ മേജർ ഉറക്കനെ വിളിച്ചു പറയാണ്. നമ്മുടെ നാട്ടിലിപ്പോ വലിയൊരു ആഭ്യന്തര കലാപം കഴിഞ്ഞു. നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും മുന്നേറാനുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണമില്ല, മര്യാദക്ക് തൊഴിലില്ല, ആൾക്കാർക്കൊന്നും ഒരു ഉഷാറില്ല. എന്നാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ ഉള്ളിലേക്ക് ഒരു തീ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു മത്സരം ഇവിടെ നടത്താൻ പോകുന്നത്. ഇതെല്ലാം കാണുന്ന ബാക്കിയുള്ള യുവാക്കൾക്ക്, നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് നല്ല ഉത്സാഹം തോന്നണം. അവരെല്ലാം പിന്നീട് നല്ല എനർജറ്റിക് ആവും. പിന്നെ നമ്മുടെ ശത്രുരാജ്യങ്ങൾ അവരൊക്കെ കാണട്ടെ നമ്മുടെ നാട്ടിലും വീരന്മാരുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോങ് വാക്ക് എന്ന ഈ മത്സരം നടത്താൻ പോകുന്നത്. ഈ മത്സരത്തിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ നിയമം, ഇതിനൊരു ഫിനിഷിംഗ് പോയിന്റ് ഇല്ല. നിങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ നിയമം, നിങ്ങളുടെ നടത്തത്തിന്റെ വേഗത എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 3 കിലോമീറ്റർ ആണ്. നടത്തത്തിന്റെ വേഗത കുറയുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം ഒരു വാണിംഗ് തരും. അത് 10 സെക്കൻഡ് ഉണ്ടാവും. പിന്നീട് രണ്ടാമത്തെ വാണിംഗ്, അതും 10 സെക്കൻഡ് ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ വാണിംഗ്, അതും 10 സെക്കൻഡ് ഉണ്ടാവും. മൂന്നാമത്തെ വാണിംഗ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയക്കണം. കാരണം ആ വാണിംഗിന് ശേഷം 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. സപ്പോസ് അങ്ങനെ ഒരു വാണിംഗ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വാണിംഗിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു ദൂരം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അതിനിടയിൽ എന്തെങ്കിലും ഒരു വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ കൊന്നുകളയും. അതുകൊണ്ട് നിയമങ്ങളെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ നടക്കാൻ തുടങ്ങുക. ആ നടത്തത്തിൽ ജയിക്കാൻ പോകുന്നത് ഒരേ ഒരാൾ മാത്രമായിരിക്കും. അവന് കിട്ടാൻ പോകുന്നത് അളവറ്റ സമ്പത്താണ്. അതുപോലെ തന്നെ അവന്റെ ഒരാഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുക്കും. അതായത് ജയിക്കാൻ പോകുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത് 2 സമ്മാനമാണ്. പിന്നീട് മത്സരം തുടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനു മുന്നേയായിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഒരു വാച്ച് കിട്ടി കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ നടത്തത്തിന്റെ
വേഗത അറിയാനാണ് ആ വാച്ച്. അങ്ങനെ മത്സരം ആരംഭിച്ചു. എല്ലാവരും നടക്കാൻ തുടങ്ങുകയാണ്. ഇവരുടെ പിന്നാലെ തന്നെ ഒരു പീരങ്കിയിൽ കുറച്ച് പട്ടാളക്കാർ ഗണ്ണുമായിട്ട് വരുന്നുണ്ട്. ആരുടെയെങ്കിലും നടത്തത്തിന്റെ വേഗത കുറഞ്ഞാൽ അവരപ്പം തന്നെ വെടിവെച്ച് കൊന്നുകളയും. അങ്ങനെ ഇവർ നടന്ന് ഏകദേശം 5 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇവർ 4 പേര് നല്ല കൂട്ടാണ് കേട്ടോ. നമ്മുടെ കൂപ്പർ, പീറ്റർ, അതുപോലെ തന്നെ കൊറിയക്കാരനായിട്ടുള്ള ഹാങ്, പിന്നെ ദൈവവിശ്വാസിയായിട്ടുള്ള ഡേവിഡ്. ഇവർ 4 പേര് നല്ല കൂട്ടാണ്. നല്ല ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇവര് നോക്കുമ്പോൾ ആ കൂട്ടത്തിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആ ഒരു ബില്ലി സെബാസ്റ്റ്യൻ ഉണ്ടല്ലോ, അവൻ പതുക്കെ അവന്റെ നടത്തത്തിന്റെ വേഗത കുറക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഇവർക്ക് തോന്നി, അല്ല ഇവൻ എന്താ ചെയ്യുന്നത്, വേഗത കുറച്ചാൽ അവന് വാണിംഗ് കിട്ടില്ലേ? എന്നാൽ സത്യം പറഞ്ഞാൽ അത് അവന്റെ ലിമിറ്റ് ആയിരുന്നു. അതായത് അവന് വാണിംഗ് കിട്ടാൻ നേരത്ത് അവന് സ്പീഡിൽ നടന്നാൽ മതി. അതായത് അത്രയും നേരം വളരെ റിലാക്സ് ആയിട്ട് സാധാരണ വേഗത്തിൽ അവന് നടന്നാൽ മതി. അത് അവന്റെ ഒരു സ്ട്രാറ്റജിയാണ്. എന്തായാലും കൊള്ളാം. അതായത് ആരോഗ്യം മാത്രം പോരെ, ഒരു ഇച്ചിരി ബുദ്ധിയും കൂടെ ഉപയോഗിച്ചാലേ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ഈ സമയത്താണ് കൊറിയക്കാരനായിട്ടുള്ള ഹാങ് ഉണ്ടല്ലോ, അവൻ ചവച്ചോണ്ടിരിക്കുന്ന ബൂമർ അത് വായിന്നെടുത്ത് അവന്റെ കീശയിലിടുന്നത്. നീ എന്തിനാടാ അങ്ങനെ ചെയ്ത്, അത് അവിടെ തുപ്പിയാ പോരെയെന്ന് കൂപ്പർ ചോദിച്ചപ്പോ അങ്ങനെയല്ല, എന്റെ സ്ഥലം എന്റെ നാട്, അത് വൃത്തിയാടാക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ തുപ്പിയ സാധനം എന്റെ കീശയിലിട്ടത്. അതാണ് കൾച്ചർ എന്ന് പറയുന്നത്, ഒരു ബെറ്റർ സിവിക് സെൻസ്. അങ്ങനെ ഇവർ നടക്കുന്ന സമയത്ത് ആ ഒരു മുടി നീട്ടിയ പയ്യനുണ്ടല്ലോ ഗ്യാരി, അവന്റെ ഷൂവിന്റെ ലൈൻസ് അഴിഞ്ഞു പോവാണ്. പെട്ടെന്ന് തന്നെ അത് കെട്ടാനായിട്ട് ഷൂ എല്ലാം ഒന്ന് അഴിച്ച് ഒന്ന് കൊട്ടി രണ്ടാമതൊന്ന് ഇടാൻ നോക്കുന്നുണ്ട്. അവന്റെ വേഗത കുറഞ്ഞു. അപ്പൊ തന്നെ അവന് ഫസ്റ്റ് വാണിംഗ് കിട്ടുന്നുണ്ട്. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വാണിംഗ് കിട്ടുകയാണ്. ഇത് കണ്ട സമയത്ത് കൂപ്പറും പീറ്ററൊക്കെ പറയുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നത്, വേഗം എഴുന്നേറ്റ് വാ, അവന്മാര് നിന്നെ വെടിവെക്കും. ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ ഒരു പട്ടാളക്കാരും ഗണ്ണുമായിട്ട് അവന്റെ തലയുടെ നേർക്ക് ചൂണ്ടി അങ്ങനെ നിൽക്കുകയാണ്. അവനിപ്പോ മൂന്നാമത്തെ വാണിംഗ് കൊടുക്കുകയാണ്. അപ്പോഴും ഇവൻ ആ ഒരു ഷൂവിന്റെ ലൈസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മൂന്നാമത്തെ വാണിംഗ് കഴിഞ്ഞ 10 സെക്കൻഡ് തീരാൻ നേരത്ത് അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. പിന്നീട് ഗ്യാരി നമ്മുടെ കൂപ്പറിന്റെയും പീറ്ററിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവര് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ വട്ടാണോ, നീ എന്തിനാ അവിടെ പോയി ഇരുന്നത്? ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഗ്യാരി പറയാണ്, ഞാൻ മനഃപൂർവ്വം തന്നെ ഇരുന്നതാണ്. അതായത് 30 സെക്കൻഡ് എനിക്ക് നൈസായിട്ട് അവിടെ ഇരിക്കാൻ പറ്റി, എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയല്ലോ. എന്നാൽ ഇവിടെ മറ്റൊരു നിയമമുണ്ട്. അതായത് ഇവൻ ഈ വാണിംഗ് കിട്ടിയില്ലേ, ഇനി 3 മണിക്കൂറിനുള്ളിൽ വേറൊരു വാണിംഗ് കിട്ടാൻ പാടില്ല, അതുകൂടെ നീ സൂക്ഷിച്ചോ എന്ന് കോപ്പർ പറയാണ്. ഇപ്പൊ കുറച്ച് അഹങ്കാരത്തിൽ ഗ്യാരി പറയാണ്, എടാ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, ഇത് എന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് തലയാട്ടി ഇവരെല്ലാവരും നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ 7 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് അവരുടെ ടീമിലുണ്ടായിരുന്ന ഏറ്റവും കുറഞ്ഞ ആളുണ്ടല്ലോ തോമസ്, അവനും 18 വയസ്സൊന്നും ആയിട്ടില്ല. ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കാല് ചെറുതായിട്ട് ഒളുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ നടത്തത്തിന്റെ വേഗത കുറയാണ്. ഇത് കണ്ടപാട് കൂപ്പർ നേരെ ചെന്ന്, നീ എന്താടാ പതുക്കെ നടക്കുന്നത്, വേഗം നടക്കുന്നു പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാണ്. പക്ഷെ വീണ്ടും നടക്കും തോറും അവന്റെ കാലിന്റെ ആ ഒരു വേദന കൂടിക്കൂടി വന്നിട്ട് അവന് പിന്നെ നടക്കാൻ പറ്റാതെ അവൻ അവിടെ ഇരുന്നു. അവന്റെ കൂടെ കൂപ്പറിന് ഇരിക്കാൻ പറ്റില്ല, കാരണം അവന്റെ വേഗതയും കുറയല്ലോ. ഇപ്പൊ തോമസ് അവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. കൂപ്പർ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പീറ്റർ വേഗം വന്നിട്ട് കൂപ്പറിനെയും വിളിച്ചുകൊണ്ട് പോകണം. അതുപോലെ തന്നെ തോമസിന് ഫസ്റ്റ് വാണിംഗ് കിട്ടി, സെക്കൻഡ് വാണിംഗ് കിട്ടി, തേർഡ് വാണിംഗും കിട്ടി. അടുത്ത നിമിഷം തന്നെ പട്ടാളക്കാര് അവന്റെ തലയിൽ ഷൂട്ട് ചെയ്ത് അവനെ കൊന്നുകളയാണ്. ഇത് കണ്ട കൂപ്പർ ആകെ ഷോക്കായി പോകുന്നുണ്ട്. പീറ്ററും ഞെട്ടിയിട്ടുണ്ട്. എന്നാൽ അവനേക്കാൾ ഒരു അല്പം മനഃശക്തി കൂടുതലുള്ള ആളാണ് പീറ്റർ. അതുകൊണ്ട് തന്നെ കൂപ്പറിനെയും വലിച്ചുകൊണ്ട് അവൻ അവിടുന്ന് പോവാണ്. മാത്രമല്ല ഈ ഒരു ഗെയിമിൽ ഇവർക്ക് കിട്ടുന്ന ഏക പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് എപ്പോൾ വെള്ളം വേണമെങ്കിലും വെള്ളം ചോദിക്കാം, അത് അവർ കൊടുക്കും. അതായത് ആ ഒരു പട്ടാളക്കാർ അങ്ങനെ വെള്ളം മേടിച്ച് കൂപ്പറും പീറ്ററും അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൂപ്പറിന് ഇപ്പോഴും ആ ഒരു ഷോക്ക് മാറുന്നില്ല. അവന്റെ മുന്നിൽ വെച്ചാണ് തോമസ് മരിച്ചുപോയത്. അപ്പൊ കൂപ്പറിനൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പീറ്റർ ഒരു പരിപാടി ചെയ്യണം. ഡാ കൂപ്പറെ, എനിക്ക് നന്നായിട്ട് നമ്പർ 1 പോകാൻ പറ്റുന്നുണ്ട്, എന്നാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാനൊരു പരിപാടി കാണിക്കുന്നു നോക്കിക്കോ. നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നോക്കി നടക്കുമ്പോൾ ഞാൻ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ മേത്തേക്ക് തന്നെയാവും. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നിന്ന് നടക്കാൻ പോവാണ്, എന്നിട്ട് ഞാൻ കാര്യം സാധിക്കാൻ പോവാണ്. ഇപ്പൊ പീറ്റർ അതുപോലെ തന്നെ ചെയ്യാണ്. ഇത് കണ്ട് കൂപ്പറിന് ചിരി വരുന്നുണ്ട് കേട്ടോ. അവനൊന്ന് ഓക്കെ ആവുകയാണ്. അതുപോലെ തന്നെ ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരുപാട് നാട്ടുകാർ ഇത് കാണുന്നുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുത്ത ആ 50 പേരെയും നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അതിൽ തന്നെ ഒരു പെൺകുട്ടി നമ്മുടെ കൂപ്പറിന്റെ പേര് ഒരു ബോർഡിൽ എഴുതിയിട്ട്, കൂപ്പർ ഐ ലവ് യു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ആ ഒരു ബോർഡിൽ എഴുതി അവനെ കാണിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഏകദേശം ഒരു 17 കിലോമീറ്ററോളം ഇപ്പൊ നടന്നു കഴിഞ്ഞു കേട്ടോ. ഇവര് 4 പേരുണ്ടല്ലോ, അതായത് കൂപ്പർ, പീറ്റർ, ഹാങ്, ഡേവിഡ്, ഇവര് 4 പേരെയും വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി ആരോഗ്യം കുറവ് നമ്മുടെ ഹാങ്ങിനാണ്. സോ അവന്റെ വേഗത കുറയുന്ന സമയത്ത് ബാക്കിയുള്ളവർ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ നേരത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു പയ്യന് പെട്ടെന്ന് വിറയിലിളകുകയാണ്. അവൻ താഴെ വീണുപോയി. അവന്റെ വായിൽ നിന്ന് നൊരയും പതിയൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. എന്നാൽ അവനെ സപ്പോർട്ട് ചെയ്യാനോ രക്ഷിക്കാനോ പറ്റുമോ? ഇല്ല. എന്തായാലും അവൻ നിലത്ത് വീണ് കഴിഞ്ഞു. 3 വാണിംഗ് അവന് കിട്ടുകയാണ്. അടുത്ത നിമിഷം തന്നെ ഒരു ദയയില്ലാതെ ആ പട്ടാളക്കാർ അവനെ വെടിവെച്ച് കൊന്നുകളയാണ്. മനസ്സ് കല്ലാക്കി അതെല്ലാം നോക്കി നിന്ന് അവിടുന്ന് നടക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. അങ്ങനെ കുറെ ദൂരം അവർ നടന്നു. ചെറിയൊരു ഗ്രാമം, ഒരു പാല്, ഒരു ഡാമും ഇതെല്ലാം താണ്ടി ഏകദേശം 25 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ നേരം ഇവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഗേരി ഉണ്ടല്ലോ, അവൻ 3 വാണിംഗ് കിട്ടിയ ആളല്ലേ, 3 മണിക്കൂർ കഴിഞ്ഞാൽ അവന്റെ ആ ഒരു വാണിംഗ് പോയില്ലേ, അത് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പീറ്റർ ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ചെറിയ ഇറച്ചി കഷ്ണം അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട്. അത് മാനിന്റെ പച്ച ഇറച്ചിയാണ്. അതെന്തിനാ കഴിക്കുന്നത് ചോദിച്ചപ്പോൾ, വളരെ കുറഞ്ഞ അളവിൽ ഇത് കഴിച്ചാൽ നമുക്ക് നല്ല എനർജിയും കിട്ടും, വയറൊന്നും അറിയില്ല. അപ്പൊ അതിനുവേണ്ടി നേരത്തെ തന്നെ പീറ്റർ ആ ഒരു മാനിന്റെ ഇറച്ചി കയ്യിൽ കരുതിയായിരുന്നു. അതുപോലെ തന്നെ ഹാങ് നേരത്തെ പറഞ്ഞല്ലോ, ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവന്റെ ഒരു ആരോഗ്യം ഒരു ഇച്ചിരി കുറവാണ്. കാലിനാണെങ്കിൽ നല്ല വേദനയുണ്ട്. അതുകൊണ്ട് ഹാങ്ങിന് അങ്ങനെ നടക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇവരുടെ വാച്ചിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും വേഗത ഇപ്പോൾ 3.5
5 km/h ആണ്. സോ അത് കുറച്ച് കൂടുതലല്ലേ, ആ വേഗത കുറച്ച് കുറക്കാൻ ഇവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ നടത്തത്തിന്റെ വേഗത 3.1 km/h മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഹാങ്ങിന് നടക്കാനും പറ്റുന്നുണ്ട്. ഇതേ നേരം ആ ഒരു മുടി നീട്ടിയ പയ്യനുണ്ടല്ലോ ഗ്യാരി, അവന്റെ കൂടെ നടന്നു വരുന്ന ഒരു പാവം പയ്യനുണ്ട്. ആളുടെ ആ ഒരു നടത്തെല്ലാം കണ്ടാൽ ഒരു പെൺകുട്ടി നടക്കുന്നത് പോലെയാണ് കേട്ടോ. ഒരു ഇച്ചിരി സ്ത്രൈണത അവന്റെ ആ ഒരു നടത്തത്തിലും സംസാരത്തിലൊക്കെ ഉണ്ട്. അത് വെച്ച് അനാവശ്യമായിട്ട് ഗ്യാരി അവനെ കളിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിൽ തട്ടുന്ന രീതിയിൽ അപമാനിച്ചുകൊണ്ട് കളിയാക്കുകയാണ്. അവന് മാത്രമല്ല അവന്റെ അമ്മയും കളിയാക്കുകയാണ്. ആദ്യമൊക്കെ ആ ഒരു പയ്യൻ പറഞ്ഞു വായ പൂട്ടി വെച്ചോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ വീണ്ടും ഗ്യാരി അങ്ങനെ പറഞ്ഞപ്പോ ആ പയ്യന് ദേഷ്യം വരികയാണ്. അവൻ വന്ന് ഗ്യാരി അടിക്കാൻ നോക്കുകയാണ്. അപ്പൊ ഗ്യാരി മാറിക്കൊടുത്തു. അപ്പൊ ആ ഒരു ഊക്കിൽ അവൻ താഴേക്ക് വീഴുന്നുണ്ട്. ഇങ്ങനെ 2-3 തവണ ആയപ്പോ ആ പയ്യനാകെ കുഴഞ്ഞു വീണു പോവാണ്. പിന്നീട് അവൻ എഴുന്നേറ്റ് നടക്കാനും കഴിയുന്നില്ല കേട്ടോ. അതേ സമയത്തിന് ആ പയ്യന് 3 വാണിംഗ് കിട്ടുകയാണ്. 3ാമത്തെ വാണിംഗ് കഴിഞ്ഞപ്പോൾ അവനെ പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുകയാണ്. ഇതെല്ലാം കൂപ്പറും പീറ്ററും എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ അവനെ വിളിച്ച് പറയുന്നുണ്ട്, നീ എന്തൊരു ചെറ്റത്തരാണ് ഈ കാണിച്ചത്. അതൊരു പാവം പയ്യനായിരുന്നില്ലേ, ആരും ഉപദ്രവിക്കാതെ അവന്റെ പാട്ട് നോക്കി അവൻ അങ്ങനെ നടക്കുകയായിരുന്നില്ലേ, എന്തിനാ അവനെ വെറുതെ കൊലക്ക് കൊടുത്തത് നീ? ഈ സമയത്ത് ഗ്യാരി പറയണ, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ചുമ്മാ തമാശക്ക് പറഞ്ഞേ ഉള്ളൂ, അവന്റെ കൺട്രോൾ പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ പീറ്റർ ഈ ഗ്യാരിയോട് പറയണ, എടാ നീ ഈ ചെയ്യുന്നതിനൊക്കെ നിനക്ക് എന്തായാലും കിട്ടും, ആയിക്കോട്ടെ കിട്ടുമ്പോൾ ഞാൻ മേടിച്ചോളാം കളിയാക്കിക്കൊണ്ട് തന്നെ അവൻ സംസാരിക്കുകയാണ്. പിന്നീട് കൂപ്പറും പീറ്ററും നടന്നു പോകുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു കണ്ണാടിയുടെ ഒരു പയ്യൻ വരുന്നുണ്ട്. അവൻ വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് നിങ്ങൾക്ക് ആർക്കും ഇത്രയും നേരമായിട്ടും നമ്പർ 2 പോകാനായിട്ട് തോന്നിയിട്ടില്ലേ, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് കൂപ്പറും പീറ്ററും പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല മോനെ, അത് വന്നാൽ പിടിച്ചു വെക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നേരത്ത് കണ്ണാടിയുടെ ആ ഒരു പയ്യൻ പറയണ, നിങ്ങൾ ബേക്കിലേക്ക് ഒന്ന് നോക്കിയേ, ഒരുത്തിനെ കണ്ടോ, അവന് കുറേ നേരമായിട്ട് നന്നായിട്ട് ഹാപ്പിയിടാൻ മുട്ടുന്നുണ്ട്. അവനാണെങ്കിൽ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പയ്യനെ കാണിക്കുകയാണ്. ഇത് കുറേ നേരമായിട്ട് മുട്ടാൻ തുടങ്ങിയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന കാര്യം സാധിക്കാന്ന് വെച്ചാൽ നടക്കില്ല, അപ്പൊ വെടികൊണ്ട് മരിക്കേണ്ടി വരും. എന്തായാലും അവസാനം വയറുവേദന സഹിക്കാൻ വയ്യാതെ അവൻ തീരുമാനിക്കുകയാണ്, ഇനിയിപ്പോ വെടികൊണ്ടാലും കുഴപ്പമില്ല, അപ്പിയിടണം. രണ്ടും കൽപ്പിച്ച് എങ്ങനെയൊക്കെയോ പെയിന്റിന്റെ ബേക്കും താത്തി അവൻ അങ്ങോട്ട് കാര്യം സാധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പറ്റുന്നില്ല. അവൻ അവിടെ ഇരിക്കുകയാണ്. ചാവുകയാണെങ്കിൽ ചാവട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ആ സമയത്ത് 3ാമത്തെ വാണിംഗും അവന് കിട്ടുകയാണ്. പാവം അപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന ആ പാവത്തിനെ ഈ പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുകയാണ് കേട്ടോ. എന്നാലും അപ്പിയിട്ടല്ലോ, ആ ആശ്വാസത്തിൽ അവന് മരിക്കാം. ഇതെല്ലാം നേരിട്ട് കണ്ട സമയത്ത് കൂപ്പറും പീറ്ററും ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ പട്ടാളക്കാർക്ക് എന്താ ഒരു മനസാക്ഷിയില്ലേ, ഇതൊരു ഗെയിമല്ലേ, ചെറിയൊരു ഇളവൊക്കെ കൊടുക്കാലോ. എന്നാൽ മരിക്കുന്ന ഓരോ ആൾക്കാരെ കാണുമ്പോൾ ദയനീയമായിട്ട് കൂപ്പറും പീറ്ററും സംസാരിക്കുമ്പോൾ മറ്റേ നല്ല മസിലുള്ള ഒരു പയ്യനുണ്ടല്ലോ ബില്ലി സെബാസ്റ്റ്യൻ, അവൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ടാന്നേ, കാരണം ഓരോരുത്തർ ഔട്ടായാലല്ലേ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ ആൾക്കാരും മരിക്കുന്ന സമയത്ത് തൽക്കാലം നിങ്ങൾ സന്തോഷിച്ചാൽ മതി. എന്തായാലും വീണ്ടും ഇവർ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങുകയാണ്. ഏകദേശം 35 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരം ഇപ്പോൾ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കൂപ്പർ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റ് കഴിക്കുകയാണ്. അവന്റെ അമ്മ അവന് കൊടുത്തതാണ്. എന്നാൽ ആ ഒരു ചോക്ലേറ്റ് വായിൽ ഇട്ടപാട് തന്നെ അവന്റെ അമ്മയുടെ ആ ഒരു ഓർമ്മ വരികയാണ്. അവന്റെ അമ്മയുടെ അടുത്തേക്ക് അവൻ പോയതുപോലെ അവനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചെറിയ മയക്കം അവന് വന്നു പോയതാണ്. പെട്ടെന്ന് തന്നെ പീറ്റർ കൂപ്പറിന്റെ ദേഹത്ത് തട്ടിയിട്ട് പറയണം, ഡാ വേഗം നടക്ക്, സ്പീഡ് കൂട്ടുമെന്ന് പറയണം. അതായത് കൂപ്പറിന് 2 വാണിംഗ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പീറ്റർ പറയണ, കൂപ്പറെ പേടിക്കൊന്നും വേണ്ട, ഒന്ന് ആഞ്ഞ് നടന്നാൽ മതി, നമ്മുടെ ഈ ഒരു വാണിംഗ് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങ് പോയിക്കോട്ടെന്ന് പറയണം. എന്നാൽ ഇത് കണ്ടപ്പോൾ കൂപ്പറിന് എന്തോ ഒരു സംശയം. സത്യം പറ പീറ്ററെ, നിനക്ക് വേണമെങ്കിൽ എന്നെ നേരത്തെ വിളിക്കായിരുന്നു, ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പോ. സത്യം പറ, അപ്പൊ നീ എന്നെ മനഃപൂർവ്വം വിളിക്കാതിരുന്നല്ലേ, എന്നെ അവർ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്? എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്, നീ ഒരു ചതിയനാണ്. എന്തായാലും ഇനി നിന്റെ കൂടെ ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കൂപ്പർ ഇപ്പൊ പീറ്ററിനെയും വിട്ട് കുറച്ച് മുന്നിലേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അപ്പോഴാണ് അടുത്ത അപകടം വരുന്നത്. അതായത് ഒരു സാധാരണ പ്രതലമായ സ്ഥലത്തൂടെ നടക്കുമ്പോൾ പ്രശ്നമില്ല. ഇപ്പം വന്നിരിക്കുന്നത് ഒരു കേറ്റാണ്. ആ കേറ്റത്തിലേക്ക് ഇവരെങ്ങനെ നടന്നു കയറണം. എന്നാൽ അതൊരു കേറ്റമായതുകൊണ്ട് തന്നെ കൂപ്പറിന് വിചാരിച്ചതുപോലെ 3 km/h എന്ന ആ ഒരു വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല. അവന് മാത്രമല്ല ആ ടീമിലുണ്ടായിരുന്ന ഒരുപാട് പേർക്ക് പറ്റുന്നില്ല. ഓരോരുത്തരും അവിടെ വീണുകൊണ്ടിരിക്കുകയാണ്. വീഴുമ്പോൾ അപ്പൊ തന്നെ 3 വാണിംഗ് കിട്ടും. അപ്പൊ തന്നെ അവന്മാരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. ഇപ്പൊ നടക്കാൻ കഴിയാതെ എങ്ങനെയൊക്കെയോ കൂപ്പർ ഇങ്ങനെ വേച്ച് നടക്കുമ്പോൾ ഗ്യാരി ഉണ്ടല്ലോ, അവനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എനർജറ്റിക് ആണ്. ഇപ്പൊ ഗ്യാരി കൂപ്പറിനെ നോക്കിയിട്ട് പറയണ, എന്താണ് കൂപ്പറെ, പറ്റുന്നില്ലേ, നിന്റെ വെടി ഇപ്പൊ തീരുവടാ, അവരിപ്പൊ നിന്നെ കൊല്ലുന്നു പറയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ കൂപ്പർ പെട്ടെന്നൊന്നും മയങ്ങി പോവാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പിന്നാലെ വന്ന പീറ്റർ അവന്റെ പുറത്ത് കൈവച്ച് ഒരൊറ്റ തള്ളലാണ്. എടാ കുഴപ്പമൊന്നുമില്ല, നിന്റെ കയ്യിൽ ആ ഒരു കുപ്പിവെള്ളം ഉണ്ടല്ലോ, അത് തലയിലൂടെ വയ്ക്ക്, ചെറിയൊരു മയക്കം നിനക്ക് വന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. എന്തായാലും പീറ്റർ പറഞ്ഞതുപോലെ തന്നെ കൂപ്പർ ചെയ്യാണ്. അപ്പോൾ ഒരു ഇച്ചിരി ബോധം വന്നു, ഒരു ഇച്ചിരി എനർജിയും വരികയാണ്. പിന്നീട് പീറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് ആ നല്ല കയറ്റുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇപ്പോ നമ്മുടെ കൂപ്പർ നടന്നു കയറുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് കൂപ്പറിന് അവന്റെ ആ ഒരു തെറ്റ് മനസ്സിലായത്. പീറ്റർ എത്രത്തോളം നല്ലവനാണ്. കാരണം ഈ ഒരു കയറ്റം കയറുന്ന സമയത്ത് പീറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കൂപ്പർ മരിച്ചു പോയേനെ. അവൻ താഴെ വീഴുന്ന സമയത്ത് പട്ടാളക്കാർ വന്ന് അവനെ കൊന്നേനെ. എന്തായാലും പീറ്ററിനോട് മോശമായി സംസാരിച്ചതിന് അവനോട് മാപ്പ് പറയണം കൂപ്പർ. അപ്പൊ പീറ്റർ പറയണ, കുഴപ്പമൊന്നുമില്ലടാ, ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലേ, ആരായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ വീണ്ടും എല്ലാവരും നടക്കാൻ തുടങ്ങുകയാണ്. അന്നേ ദിവസം രാത്രി കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എല്ലാവരും കൂടെ 65 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ പീറ്റർ കൂപ്പറിനോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി ആ ഒരു കയറ്റം കയറിയില്ലേ, ആ കയറ്റം കയറുന്ന സമയത്ത് 14 പേര് ഔട്ട്
ഔട്ടായിട്ടുണ്ട്, അതായത് മരിച്ചു പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഈ ഒരു ടീമിൽ 18 പേര് മാത്രമാണ്. ഇതേ നേരം തന്നെ ഇവരോട് ഇന്നലെ വന്ന് സംസാരിച്ച ആ ഒരു കണ്ണാടിയിട്ട പയ്യനുണ്ടല്ലോ, അവന്റെ കാല് ചെറുതായിട്ട് ഒടിഞ്ഞു പോയായിരുന്നു. അതായത് ഈ കാലിന്റെ പത്തി ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് ഒരു എൽ ഷേപ്പിലേക്കായിട്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നലെ ആ ഒരു കയറ്റം കയറുമ്പോൾ സംഭവിച്ചതാണ്. അപ്പൊ ആ ഒരു കാലും വെച്ച് നടക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ലേ. വേദന സഹിച്ച് കുറെ കാലം മുന്നോട്ടേക്ക് പോയി. പിന്നീട് വയ്യാണ്ടായിട്ട് അവിടെ ഇരുന്ന് പോവാണ്. ഇപ്പൊ പട്ടാളക്കാരോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യില്ല, എന്നെ വെറുതെ വിടുന്നു. എന്നാൽ അവന്റെ ആ ഒരു അപേക്ഷ പട്ടാളക്കാർ കേൾക്കുന്നേ ഇല്ല. അപ്പൊ തന്നെ അവന് വെടിവെച്ച് കൊല്ലുകയാണ്. ഇത് കണ്ട് കൂപ്പറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇവന്മാർക്ക് എന്താ മനസാക്ഷിയില്ലേ, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ മറ്റേ ആ ഒരു ഗ്യാരി പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ എത്ര ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. ഈ മത്സരത്തിൽ പങ്കെടുത്ത 49 പേരും മരിക്കും, അവസാനം ഒരാൾ മാത്രമേ ബാക്കിയാവുള്ളൂ, അതാദ്യം നീ മനസ്സിലാക്കുക. അങ്ങനെ ഇവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ അടുത്തേക്ക് ഒരു വണ്ടിയിൽ മറ്റേ ഒരു മേജർ വരുന്നുണ്ട്. വന്നിട്ട് ഇവർക്ക് നല്ല പ്രചോദനം കൊടുക്കുകയാണ്. നടക്ക് ആദ്യം ആരാ ജയിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാലോ. ഈ സമയത്താണ് ആ കൂട്ടത്തിൽ ഒരു പയ്യൻ നടക്കാൻ കഴിയാതെ ടയേർഡ് ആകും എന്നൊരു അവസ്ഥ വന്നപ്പോൾ അവൻ എന്താക്കി, ആ ഒരു റോഡിൽ നിന്നും അപ്പുറത്ത് കണ്ട ഒരു ബിൽഡിങ്ങിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. കാരണം വേഗത പറഞ്ഞാൽ എന്തായാലും പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലും. അപ്പൊ അതിന് മുന്നേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് അവൻ എത്തുന്നതിന് മുന്നേ തന്നെ പട്ടാളക്കാർ അവനെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്തായാലും ബാക്കിയുള്ള പിള്ളേര് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പൊ ഏകദേശം 103 കിലോമീറ്റർ കഴിഞ്ഞു തോന്നുന്നു. അതുപോലെ ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കൂപ്പർ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എടാ നമുക്ക് എന്തായാലും മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുക സമ്മാനം കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ആഗ്രഹം സാധിപ്പിച്ചും തരും. അപ്പൊ എന്താഗ്രഹമാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നതെന്ന് ഇപ്പൊ ആദ്യം തന്നെ ഡേവിഡിനോട് ചോദിക്കുകയാണ്. അതായത് ദൈവവിശ്വാസിയായിട്ടുള്ള ഒരു പയ്യൻ. അപ്പൊ അവൻ പറയാണ്, എടാ എനിക്ക് സ്പേസിലേക്ക് പോകണം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഓ ആണോ? അതുപോലെ തന്നെ ഹാങ് എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്കുണ്ടല്ലോ ഒരു 10 പെൺകുട്ടികൾ സുന്ദരികളായിരിക്കണം, അവരുടെ ദേഹത്ത് ഒട്ടും ഡ്രസ്സ് ഉണ്ടാകാൻ പാടില്ല, അതാണ് ഞാൻ എന്റെ ആഗ്രഹമായിട്ട് ചോദിക്കാൻ പോകുന്നത്. ഇത് കേട്ട സമയത്ത് കൂപ്പർ പറയണ, എന്തൊരു വൃത്തികെട്ട ആഗ്രഹമാണ്, എന്തായാലും നിനക്ക് കാശ് കിട്ടാൻ പോവാണ്, ആ കാശ് ഉപയോഗിച്ച് നിനക്ക് 1 or 2 അല്ലെങ്കിൽ ഒരു 100 പെണ്ണിനെ വേണമെങ്കിലും കൊണ്ടുവരാലോ. പക്ഷെ മേജർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏതൊരു ആഗ്രഹം സാധിപ്പിച്ചിരുന്നു പറയുമ്പോൾ ഇതുപോലൊരു വില കുറഞ്ഞ ആഗ്രഹം നീ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഹാങ് വിചാരിക്കുകയാണ്, ശരിയാണ്, മറ്റെന്തെങ്കിലും ആഗ്രഹം പറയാം. പിന്നീട് കൂപ്പർ പീറ്ററിനോട് ചോദിച്ചപ്പോൾ പീറ്റർ പറയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതായത് അടുത്ത മത്സരം നടക്കുമ്പോൾ ഒരാളല്ല 2 ആൾക്കാർ വിജയികളായിട്ട് വേണം. അതുപോലെ തന്നെ കൂപ്പറിന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ കൂപ്പർ പറയാണ്, അതായത് ലോങ് വാക്ക് എന്ന ഈ മത്സരം ഇത് അവസാനത്തേതായിരിക്കണം, ഇതിനുശേഷം ഇങ്ങനെ ഒരു മത്സരം ഉണ്ടാവാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ള എല്ലാവരും പറയണം, ഒരിക്കലും നിന്റെ ഈ ആഗ്രഹം ആ മേജർ സാധിപ്പിച്ചു തരും എന്ന് തോന്നില്ല കേട്ടാ, അത് അവരുടെ നിയമത്തിനെതിരാണ്. എന്തായാലും നമുക്ക് നോക്കാമെന്ന് കൂപ്പർ പറയാണ്. അങ്ങനെ വീണ്ടും അവർ നടക്കാൻ തുടങ്ങി. രാത്രിയായി, അതുപോലെ തന്നെ നന്നായിട്ട് മഴ പെയ്യാണ്. കൂപ്പറിനാണെങ്കിൽ തീരെ വയ്യാതാവുന്നുണ്ട് കേട്ടോ, നല്ല ടയേർഡ് ആവാണ്. ആ സമയത്തെല്ലാം അവനെ താങ്ങി പിടിച്ച് നടക്കുന്നത് പീറ്ററാണ്. ചെറുതായിട്ട് അവനൊന്ന് മയങ്ങി പോകുന്നുണ്ട്, എന്നാൽ അവന്റെ വേഗത കുറയാതെ അവനെ കൂട്ടിക്കൊണ്ട് തന്നെ പീറ്റർ നടക്കുകയാണ്. ഇതേ സമയത്ത് പീറ്ററിനോട് കൂപ്പർ പറയാണ്, ഇനി നീ കുറച്ചു നേരം മയങ്ങിക്കുമെന്ന്. എന്നാൽ പീറ്റർ അതിന് സമ്മതിക്കുന്നില്ല. കാരണം കൂപ്പറിന് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല, പീറ്ററിനെ താങ്ങി പിടിച്ചുകൊണ്ട് അവന് നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പീറ്റർ തന്നെ ആ രാത്രി മുഴുവൻ കൂപ്പറിനെയും താങ്ങി പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഏകദേശം 144 കിലോമീറ്റർ ഇവര് നടന്നു കഴിഞ്ഞു. ഇപ്പൊ ഇവരുടെ കൂട്ടത്തിലെ ഡേവിഡ് ഉണ്ടല്ലോ, ഇവനും പെട്ടെന്നൊരു ശങ്ക, അതായത് നമ്പർ 2 പോകാനായിട്ട് എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ പെയിന്റ് താഴ്ത്തി കാര്യം സാധിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അവസാനം അത് പെയിന്റിൽ തന്നെ പോവുകയാണ്. പിന്നീട് ഇവരുടെ അടുത്തേക്ക് തന്നെ ഡേവിഡ് വരുന്ന സമയത്ത് ഒടുക്കത്ത നാറ്റം. ആ സമയത്ത് ഹാങ് പറയുന്നുണ്ട്, എന്തോന്നാണ്, എന്ത് നാറ്റായത്? ഇപ്പൊ ഡേവിഡ് പറയാണ്, ഓ പിന്നെ നിങ്ങൾക്കൊന്നും ഇത് വരില്ലല്ലോ, നിങ്ങളൊക്കെ മാലാകമാരാണല്ലോ, അതായത് ഈ സാധനം ഒന്നും വരാതെ നിങ്ങൾക്ക് ഗ്യാസ് ആയിട്ട് അങ്ങനെ പോകുമായിരിക്കുമല്ലേ എന്നിങ്ങനെ അവൻ കോമഡി അടിക്കുന്നുണ്ട്. വീണ്ടും ഇവരെല്ലാവരും മുന്നോട്ടേക്ക് നടക്കുകയാണ്. കുറച്ചുകൂടെ കിലോമീറ്റർ താണ്ടി കഴിഞ്ഞു. ആ സമയത്ത് പീറ്റർ നമ്മുടെ കൂപ്പറിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് നീ വന്നത് മുതൽ നീ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷേ നിന്റെ അച്ഛനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൂപ്പർ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ ഇവിടെ നടക്കുന്നത് പട്ടാള ഭരണമാണല്ലോ, അനീതിയാണ്, ഫുൾ അഴിമതിയാണ്. അതിനെതിരെ, അതായത് ആ ഒരു മേജർ അയാളുടെ ഭരണത്തിനെതിരെ ആരും സംസാരിക്കാൻ പാടില്ല. എന്നാൽ അയാൾക്കെതിരെ സംസാരിച്ച് പ്രവർത്തിച്ച ഒരാളായിരുന്നു കൂപ്പറിന്റെ അച്ഛൻ. അവന്റെ അച്ഛനും ഒരു പട്ടാളക്കാരനായിരുന്നു. എന്തായാലും അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഒരു ദിവസം രാത്രി പട്ടാളക്കാര് ഈ കൂപ്പറിന്റെ വീട്ടിലേക്ക് വന്ന് അവന്റെ അച്ഛനെ പുറത്തേക്ക് വലിച്ചിട്ട് ഇവര് നോക്കി നിൽക്കെ അവിടെ വെച്ച് എന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇതിനെല്ലാത്തിനും കാരണം ആ ഒരു മേജറാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ മത്സരത്തിലേക്ക് ഞാൻ വന്നത് തന്നെ അയാളെ കൊല്ലാനാണ്. ഇത് കേട്ടപ്പോ പീറ്റർ ഞെട്ടിപ്പോണ്. എന്ത്, മേജറിനെ കൊല്ലാനോ? എങ്ങനെയാടാ, എങ്ങനെ നിനക്കതിന് കഴിയും? ഈ സമയത്ത് കൂപ്പർ പറയാണ്, അതായത് ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരാഗ്രഹം സാധിപ്പിച്ചു തരുന്ന അയാൾ പറയുന്നുണ്ടല്ലോ, ഞാൻ അവസാനമായിട്ട് അയാളോട് ഒരു ഗണ്ണ് ചോദിക്കും, ആ ഗൺ അത് ഉപയോഗിച്ച് തന്നെ ഞാൻ അയാളെ കൊന്നുകളയും. ഇത് കേട്ട സമയത്ത് പീറ്റർ ആകെ ഞെട്ടിയിട്ട് പറയണം, അല്ലടാ അപ്പൊ തന്നെ നിന്നെ അവര് കൊല്ലില്ലേ? അത് കഴിഞ്ഞാൽ നിന്റെ അമ്മയും അവര് കൊല്ലില്ലേ? ഇപ്പൊ കൂപ്പർ പറയാണ്, പീറ്ററെ എന്റെ കാര്യം അല്ലെങ്കിൽ എന്റെ അമ്മയുടെ കാര്യം മാത്രമല്ല ഞാൻ ഇവിടെ ചിന്തിക്കുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾ അവരനുഭവിക്കുന്ന ആ ഒരു ദുരന്തം ഞാൻ നേരിട്ട് കാണുന്ന. അതുപോലെ തന്നെ അതില്ലാതാകണമെന്ന് എന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. എന്റെ അച്ഛന്റെ ആ ഒരു ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം, ഈ മേജറിനെ എനിക്ക് ഇല്ലാതാക്കണം. ഇത് കേട്ട സമയത്ത് പീറ്റർ പറയാണ്, തീർച്ചയായിട്ടും നിന്റെ കൂടെ ഞാനും ഉണ്ടാവുകടാ അവസാനം വരെ. അങ്ങനെ ഇവര് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഏകദേശം 170 കിലോമീറ്റർ കഴിഞ്ഞു. ആ നേരത്ത് ആ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ അവന് തീരെ വയ്യാതായിട്ടുണ്ട്, നടക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ ഇവൻ നേരെ പട്ടാളക്കാരന്റെ അടുത്തേക്ക് ചെന്നിട്ട് അപേക്ഷിക്കുകയാണ്,
പറയുകയാണ് എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവർ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് വെച്ച് അവന്റെ മുഖത്തേക്കിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. ആ പാവം അവിടെ വീണുപോയി. അവന്റെ മേത്ത് കൂടെ ആ ഒരു പീരങ്കി കയറ്റി ഇറക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരുത്തൻ മുന്നിലേക്ക് ഭയങ്കര സ്പീഡിൽ ഓടി വരികയാണ്. എന്നാൽ അതേ വഴിക്ക് അവൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവന്റെ തലയിലേക്കും ഷൂട്ട് ചെയ്യാണ്. രണ്ടുപേരെ അപ്പൊ തന്നെ കൊന്നുകളയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ചുകൊണ്ട് ബാക്കിയുള്ളവർ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിൽക്കാൻ പാടില്ല, നിന്ന് കഴിഞ്ഞാൽ മരണപ്പെടും. അങ്ങനെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമ്മുടെ ആ ഒരു കൊറിയൻ പയ്യനുണ്ടല്ലോ ഹാങ്, അവനിങ്ങനെ പറയുന്നുണ്ട് എന്നെ കൊണ്ട് വയ്യടാ, ഞാനിപ്പൊ ചാവും, എന്നെ കൊണ്ട് വയ്യ, നടക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞ് അവൻ അവിടെ നിൽക്കാൻ നോക്കുന്ന സമയത്ത് കൂപ്പർ പറയണം നിൽക്കരുത്, ഞങ്ങളുടെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ അവൻ അത് തളർന്നു പോയി. ഇപ്പൊ ആ ഒരു ടാങ്കർ ഉണ്ടല്ലോ പിരങ്കികള്, അതിന് നേരെ ഈ ഒരു ഹാങ് പോവുകയാണ്. അതിന് നേരെ വന്നപ്പോ തന്നെ അവന് നേരെ പട്ടാളക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വെടി കൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ ഹാങ് നിലത്ത് വീണ് പെടയുന്ന സമയത്ത് ഡേവിഡിനെ വിളിക്കുകയാണ്. കാരണം ഈ ഒരു മത്സരത്തിൽ അവന് കിട്ടിയ ഏറ്റവും വലിയ ചങ്ങാതി ഡേവിഡ് ആയിരുന്നു. അപ്പൊ അവനെ രക്ഷിക്കാനായിട്ട് ഡേവിഡ് ഓടി ചെല്ലുകയാണ് കേട്ടോ, അവനെ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ഡേവിഡിനോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഹാങ് പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി വന്ന കൂപ്പർ അതുപോലെ തന്നെ പീറ്റർ, ഇവർ രണ്ടുപേരും കൂടെ ഡേവിഡിനെ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. അതായത് ഹാങ്ങിന് എന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഡേവിഡ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവനും മരിക്കും. അങ്ങനെ ഡേവിഡിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവനെയും കൂട്ടി പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവരുടെ മനസ്സൊക്കെ ഒരുമാതിരി കല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ രാത്രിയും കഴിയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കഴിഞ്ഞു. 209 കിലോമീറ്റർ ഇവരിപ്പോ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പിറ്റേ ദിവസം ആയപ്പോഴാണ് ഡേവിഡ് ഇവരോടൊരു കാര്യം പറയുന്നത്. അതായത് ഇന്നലെ മരിച്ചുപോയ ഹാങ് ഉണ്ടല്ലോ, അവനൊരു ഭാര്യയുണ്ട്. അവൻ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ അവളൊന്ന് സഹായിക്കണമെന്ന് ഡേവിഡിനോട് അവസാനമായിട്ട് ഹാങ് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ പീറ്റർ പറയണം തീർച്ചയായിട്ടും അവന്റെ ഭാര്യയെ നമുക്ക് ആർക്കെങ്കിലും സഹായിക്കണം. എല്ലാവരോടും പീറ്റർ ചെന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് കൂപ്പറിനോടും ഹാങ്ങിനോടും അതുപോലെ തന്നെ ആ ഒരു ബില്ലി സെബാസ്റ്റ്യൻ ഇവരെല്ലാവരോടും പറയുന്ന കാര്യം, നമ്മൾ ആരാണോ ഈ ഒരു ഗെയിമിൽ ജയിക്കുന്നത് അയാൾ എന്തായാലും അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ ഒരു തുക ആ ഒരു പെൺകുട്ടിക്ക് കൊണ്ടേ കൊടുക്കണം. അതായത് ഹാങ്ങിന്റെ ഭാര്യയ്ക്ക്. എല്ലാവരും അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. തീരെ ഇവരോട് കൂട്ടുകൂടാത്ത ബില്ലി സെബാസ്റ്റ്യൻ വരെ അതിന് സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഒരു റെഡ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരുത്തനുണ്ട് കേട്ടോ, അത്യാവശ്യം ആരോഗ്യമുള്ളവനാണ്, കറുത്ത് നീണ്ട മുടിയൊക്കെ ആയിട്ടുള്ള ജോർദാൻ എന്നാണ് പേര്. അവനും അതിന് സമ്മതിക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഗ്യാരി, അവനോട് മാത്രം പീറ്റർ ഈ ഒരു കാര്യം ചോദിച്ച് അവന്റെ അടുത്തേക്ക് പോലും പോകുന്നില്ല. ഇത് അവന് നന്നായിട്ട് ഫീലായി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൊണ്ടു അങ്ങോട്ട് ഉള്ളിൽ തട്ടിപ്പോയി. ഇപ്പൊ ഗ്യാരി വന്നിട്ട് കൂപ്പറിനോട് ചോദിക്കുകയാണ് അതെന്താ എന്നോട് മാത്രം സഹായം ചോദിക്കാത്തെ, എന്നെ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടൂലേ? അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ ഒരു കൊലയാളിയായിട്ട് വളരെ വൃത്തികെട്ടവനായിട്ടല്ലേ കാണുന്നത്? സത്യം പറയാം, ഞാൻ അവനെ അറിഞ്ഞുകൊണ്ട് കൊന്നതല്ല, ചുമ്മാ കളിയാക്കിയതാണ്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഞാൻ എത്ര തവണ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചു, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, ഞാൻ അത്ര വൃത്തികെട്ട ഒരു മനുഷ്യനല്ല, എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടുമെന്ന് പറയണം. അതായത് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഈ ഗ്യാരിക്ക് ഫീൽ ആവുകയാണ്. കൂപ്പർ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പീറ്ററിനോട് ഈ ഒരു കാര്യം പോയിട്ട് പറയുന്നുണ്ട്, നീ അവനോട് കൂടി ഒന്ന് സംസാരിക്കുന്നു പറയണം. എന്നാൽ പീറ്റർ അവനെ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. കാരണം അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. നിങ്ങൾ പറ, ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഗ്യാരിയോട് നിങ്ങൾ പൊറുക്കോ? അവനുമായിട്ട് ചങ്ങാത്തം കൂടാൻ ശ്രമിക്കോ? ഞാനാണെങ്കിൽ ഒരിക്കലും ഇല്ല കേട്ടോ. എന്തായാലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഗ്യാരിക്ക് ഇത് സഹിക്കാൻ പറ്റാതെയായി. അവന്റെ കയ്യിൽ ഒരു ചെറിയ ഫോക്ക് ഉണ്ടായിരുന്നു, അതായത് ഈ മുള്ളു പോലത്തെ സ്പൂൺ ഉണ്ടല്ലോ, അതെടുത്ത് അവൻ സ്വയം കഴുത്തിലേക്ക് ഇട്ട് കുത്താൻ തുടങ്ങുകയാണ്, മരിക്കാൻ വേണ്ടി തന്നെ. കുത്തുകൊണ്ട് അവൻ അവിടെ വീഴുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പട്ടാളക്കാർ വരുന്നുണ്ട്. 3 വാണി അവന് കൊടുക്കുകയാണ്. എഴുന്നേറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് എല്ലാവരും ഒരുപാടൊന്നും സങ്കടപ്പെടുന്നില്ല. എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. എന്നാൽ ആരും അങ്ങനെ സങ്കടപ്പെടുന്നില്ല. അങ്ങനെ വീണ്ടും അവന് നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. നടന്ന് അന്നേ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് 5ാമത്തെ ദിവസമാണ്. 278 കിലോമീറ്റർ ഇവര് നടന്നു കഴിഞ്ഞു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂപ്പറിന് കാല് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ആ സമയത്ത് പീറ്റർ പറയാണ്, നിന്റെ നഖം ആ ഒരു ഷൂവിൽ തട്ടിയിട്ട് നഖം എല്ലാം മുറിഞ്ഞിട്ടുണ്ടാവും, പൊളിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഷൂ ഊരി കളഞ്ഞ് നടക്കാൻ വേണ്ടി പറയാണ്. അതുപോലെ തന്നെ കൂപ്പർ ആ ഒരു ഷൂ ഊരി കളയുന്നുണ്ട്. അങ്ങനെ നടന്ന് കൂപ്പർ ഇപ്പോൾ അവന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ആ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇതങ്ങനെ നോക്കി നിന്ന് കാണുകയാണല്ലോ. സോ ആ കൂട്ടത്തിൽ അവന്റെ അമ്മ അവൻ കണ്ട സമയത്ത് അവന്റെ ഉള്ളിലുള്ള എല്ലാം അങ്ങോട്ട് ഒഴുകി പോയി എന്ന് പറയാലോ. അവന്റെ പ്ലാനും എല്ലാം അങ്ങോട്ട് മറന്നു പോവുകയാണ്. അമ്മയെ കണ്ട പാടിനെ കരഞ്ഞ്, അമ്മ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. എന്നാൽ അവൻ അവിടെ നിന്ന സമയത്ത് അതേ നേരം തന്നെ പട്ടാളക്കാർ വന്ന് അവനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവന്റെ അമ്മ തന്നെ അവനോട് പറയണം, മോനെ നടക്ക് നിക്കല്ലേ പോന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പീറ്റർ എത്തിയിട്ട് എങ്ങനെയൊക്കെയോ ഒരുവിധം കൂപ്പറിനെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ പോകുന്ന നേരത്ത് പീറ്റർ കൂപ്പറിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എടാ കൂപ്പറെ, നിനക്ക് അമ്മയെങ്കിലും ഉണ്ടായിരുന്നില്ലേ? എനിക്ക് എന്റെ അമ്മയും അച്ഛനും ഇല്ലായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ നടന്നൊരു യുദ്ധത്തിൽ 2 പേരും മരണപ്പെട്ടു പോയി. പിന്നീട് എന്റെ അങ്കിളാണ് എന്നെ വളർത്തിയത്. വളർത്തുക എന്നൊന്നും പറഞ്ഞാൽ പോരാ, എന്നെ ഒരു പട്ടിയെ പോലെയാണ് കണ്ടത്, ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സും അതുപോലെ ആയിപ്പോയി. ഞാൻ എല്ലാ പിള്ളേരോടും പോയിട്ട് വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും. അങ്ങനെ ഒരു ദിവസം ഒരുത്തനുമായിട്ട് അടിയുണ്ടാക്കിയ സമയത്ത് എനിക്ക് നന്നായിട്ട് പരിക്ക് പറ്റി. മരിക്കാവുന്ന അവസ്ഥയിൽ ഞാൻ അവിടെ വീണ് എടുക്കായിരുന്നു. എന്റെ ബോധം വരെ പോയി. പിന്നീട് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഏതോ ഒരു ആശുപത്രിയിലായിരുന്നു ഞാൻ. അതായത് എനിക്ക് പോലും അറിയാത്ത ഏതോ ഒരു മനുഷ്യൻ എന്നെ രക്ഷപ്പെടുത്തി. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഒരാളെ ഉപദ്രവിക്കില്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആളുകളെ ഞാൻ സഹായിക്കുമെന്ന്. മാത്രമല്ല കൂപ്പറെ, നീ എന്റെ അടുത്തേക്ക് അന്ന് ആദ്യമായിട്ട് വന്ന് സംസാരിച്ചല്ലോ, അപ്പൊ തന്നെ എനിക്ക് എന്തോ ഒരു തോന്നലുണ്ടായി, നീ എന്റെ ഒരു സഹോദരനാണെന്ന്. ഞാൻ ഇവിടെ വെച്ച് നിനക്ക് വാക്ക് തരികയാണ് കൂപ്പറെ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതെല്ലാം കേൾക്കുമ്പോൾ കൂപ്പറിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്
കേട്ടോ. അങ്ങനെ അവർ വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഏകദേശം 306 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് 5 പേരാണ്. കൂപ്പർ, പീറ്റർ, ഡേവിഡ്, അതുപോലെ തന്നെ ആ ഒരു റെഡ് ഇന്ത്യൻ ആയിട്ടുള്ള ജോർദാൻ, പിന്നെ നല്ല ആരോഗ്യമുള്ള ആ ഒരു ബില്ലി സെബാസ്റ്റ്യനും. ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ജോർദാന് മനസ്സിലായി ഇനി എനിക്ക് നടക്കാൻ കഴിയില്ല, എന്തായാലും ഞാനിപ്പോ മരിക്കും. ആ നേരത്ത് അവനൊരു തീരുമാനം എടുക്കുകയാണ്. ഇത്രയും നേരം പലരെയും വെടിവെച്ച് വന്ന ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തെങ്കിലും തീർത്തിട്ടേ ഞാൻ മരിക്കുള്ളൂ. മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് തട്ടിപ്പറിച്ച് അവനെ വെടിവെച്ച് കൊന്നുകളയാണ്. എന്നാൽ ബാക്കിയുള്ള പട്ടാളക്കാർ അപ്പൊ തന്നെ തുരുതുരാന്ന് പറഞ്ഞിട്ട് ഈ ജോർദാന് വെടിവെക്കുകയാണ്. അവനും അവിടെ കിടന്ന് പെടഞ്ഞു മരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് 4 പേരാണ്. ആ 4 പേര് വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. അതിൽ തന്നെ ഡേവിഡ്, അവനൊട്ടും വയ്യാണ്ടായിട്ടുണ്ട്, മൂക്കുന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അവനിപ്പോ 2 ഭാഗത്തുനിന്നും പിടിച്ച് പീറ്ററും കൂപ്പറും ആണ് നടത്തിക്കുന്നത്. ആ നേരത്തെ ഡേവിഡ് പറയാണ്, എനിക്ക് പണ്ട് മുതലേ ഈ ഒരു അസുഖമുണ്ട്. എന്റെ മൂക്കിന്ന് ഇങ്ങനെ രക്തം വരുന്ന സമയത്ത് എന്റെ മുത്തശ്ശിയാണ് ഐസ് കട്ടയെല്ലാം മൂക്കിൽ വെച്ച് തന്നിട്ട് ആ ബ്ലീഡിങ് നിർത്തി തന്നിരുന്നത്. ഇപ്പൊ പീറ്റർ പറയണ, ഡേവിഡ് നീ പേടിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്നാൽ ഡേവിഡ് പറയണ, ഇല്ലടാ, എനിക്ക് മനസ്സിലായി എന്റെ മരണം അടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട്, ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. അവരും ഇപ്പൊ സമ്മതം മൂളുന്നുണ്ട് കേട്ടോ. അതായത് ഡേവിഡ് പറയുന്നത് അവന്റെ കഴുത്തിൽ ഒരു മാലയുണ്ട്. ആ മാല അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുത്തശ്ശിയുടെ കയ്യിൽ ആരാണോ ബാക്കിയുള്ളത് അവസാനമായിട്ട് ജയിക്കുക, അയാളൊന്ന് കൊണ്ടേ കൊടുക്കണം എന്ന് പറയണം. ഇവർ 3 പേരും അതിന് സമ്മതിക്കുകയാണ്. മാത്രമല്ല ഇനി ഡേവിഡിനെയും എടുത്തുകൊണ്ട് ഇവർക്ക് മുന്നോട്ടേക്ക് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വിഷമത്തോട് കൂടിയിട്ട് ഡേവിഡിനെ അവരവിടെ ഉപേക്ഷിക്കുകയാണ്. അധികം വൈകാതെ ഡേവിഡിന് 3 വാണിംഗ് കിട്ടുന്നുണ്ട്. 3ാമത്തെ വാണിംഗിൽ അവന് വെടിയും കൊള്ളുന്നുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളത് കൂപ്പറും പീറ്ററും അതുപോലെ തന്നെ ബില്ലി സെബാസ്റ്റ്യനും ആണ്. അപ്പൊ അവസാനം ഈ 3 പേര് മാത്രം ബാക്കിയായപ്പോൾ അങ്ങോട്ടേക്ക് മേജർ ഒരു വണ്ടിയിലെത്താണ്. വന്ന പാട് തന്നെ അവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ചെയ്യ് നിങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് നമ്മുടെ കൂപ്പറിന് ദേഷ്യം വരികയാണ്. അതായത് ഈ ഒരു മേജറിനെ കൊല്ലാനായിട്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. അപ്പൊ അവൻ വായിൽ തോന്നിയ തെറിയെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഇത് ആര് കേൾക്കുന്നുണ്ട്? ബില്ലി സെബാസ്റ്റ്യൻ കേൾക്കുകയാണ്. അതുപോലെ തന്നെ ബില്ലി സെബാസ്റ്റ്യൻ ഒരു കാര്യം പറയുന്നുണ്ട്, ആ മേജർ ഉണ്ടല്ലോ അയാളാണ് എന്റെ തന്ത. ഇത് കേട്ട് കൂപ്പറും പീറ്ററും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അതായത് സ്വന്തം മോനെ വരെ ഇങ്ങനെ ഒരു ഗെയിമിലേക്ക് അയാൾ ഇറക്കി വിട്ടിരിക്കുകയാണ്. അത്രയും മനസാക്ഷിയില്ലാത്ത ആളാണ്. അതുപോലെ ബില്ലി സെബാസ്റ്റ്യൻ ഇവരോട് 2 പേരോടും പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നടന്ന ഈ ഒരു 5 ദിവസത്തെ ഈ ഒരു സമയം ഉണ്ടല്ലോ, എന്റെ ലൈഫിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയമായിരുന്നു. നിങ്ങളുടെ ഈ ഒരു കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇനി എന്നെ കൊണ്ട് നടക്കാൻ കഴിയില്ല, എന്റെ നെഞ്ചിൽ നിന്നൊക്കെ വേദന വരാൻ തുടങ്ങി. ഇതുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ 2 പേരും എന്തായാലും മുന്നോട്ടേക്ക് പോകണം, തളരാതെ നടക്കണം. ഞാൻ എന്തായാലും ഇതിവിടെ നിർത്തുക എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ സ്റ്റോപ്പ് ആകുന്നുണ്ട് കേട്ടോ. അടുത്ത നിമിഷം തന്നെ സ്വന്തം മകനാണെന്ന് പോലും ആ ഒരു മേജർ കൺസിഡർ ചെയ്യുന്നില്ല. മകനെ കൊല്ലാൻ പറയാണ്. അവിടെ വെച്ച് തന്നെ ബില്ലി സെബാസ്റ്റ്യനെ അവർ കൊന്നു കളയുന്നുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളത് നമ്മുടെ കൂപ്പറും പീറ്ററും മാത്രമാണ്. ഇവർ 2 പേരും നടക്കാൻ തുടങ്ങുകയാണ്. നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്, രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് ഇവരിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആ ഒരു നടത്തം കാണാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഓടി തടിച്ചു കൂടിയിരിക്കുകയാണ്. പീറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും എനർജി ഉണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. എന്നാൽ കൂപ്പർ ആകെ അവശനായി പോയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ കൂപ്പർ മരിച്ചു പോകും എന്ന് മനസ്സിലാക്കിയ പീറ്റർ പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുകയാണ്. അതായത് ആ ഒരു മത്സരത്തിൽ കൂപ്പറിന് വേണ്ടി പീറ്റർ തോറ്റു കൊടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ കൂപ്പർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്ന പീറ്റർ പറയുന്നത്, എടാ എനിക്ക് അമ്മയും അച്ഛനും ആരും ഇല്ലല്ലോ, എന്നാൽ നിന്നെ കാത്തുകൊണ്ട് ഒരു അമ്മ അവിടെ കാത്തിരിക്കുന്നില്ലേ, ആ അമ്മയ്ക്ക് വേണ്ടി നീ ജയിക്കടാ, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാന്ന് പറയണം. എന്നാൽ കൂപ്പർ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. പീറ്ററെ അത് പറ്റില്ല, നിയമപ്രകാരം മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെ പറയാണ് കേട്ടോ. പിന്നീട് ഈ കൂപ്പറിന്റെ നിർബന്ധപ്രകാരം പീറ്റർ എഴുന്നേൽക്കുകയാണ്. 2 പേരും നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അറിയാലോ കൂപ്പർ ആകെ ക്ഷീണിച്ചു പോയായിരുന്നു. അവൻ അവിടെ ഇരുന്നു പോവാണ്. 3 തവണ അവന് വാണിംഗ് കിട്ടുന്നുണ്ട്. 3ാമത്തെ തവണയായപ്പോഴും കൂപ്പറിന് എഴുന്നേൽക്കാൻ കഴിയാത്തതുകൊണ്ട് അപ്പൊ തന്നെ അവന്റെ ദേഹത്തേക്ക് ബുള്ളറ്റ് കയറുകയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് പീറ്റർ തിരിഞ്ഞു ഓടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കൂപ്പറിനോട് പറയാണ്, നീ എന്താണ് ഈ കാണിച്ചത്, എന്തിനാണ് നീ ഇവിടെ ഇരുന്നത്? ഈ നേരത്ത് കരഞ്ഞുകൊണ്ട് തന്നെ കൂപ്പർ പറയുന്നുണ്ട്, പീറ്ററെ എന്നെ കൊണ്ട് വയ്യടാ, മടുത്തടാ, നീ ജയിക്കണം. ഈ മത്സരത്തിൽ ജയിക്കാനുള്ള അർഹത അത് നിനക്കാണ്. നീ എന്തായാലും ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ, എന്റെ അമ്മ അവരൊറ്റയ്ക്ക് ആയിപ്പോയല്ലോ. എന്നാൽ അപ്പോഴേക്കും പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വരികയാണ്. കൂപ്പറിന്റെ തലയിൽ ഷൂട്ട് ചെയ്ത് അവനെ കൊന്നു കളയുന്നുണ്ട്. ഇപ്പൊ അവന്റെ ആ ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് കിടന്നുകൊണ്ട് പീറ്റർ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ആ ഒരു കാര്യം. എന്നാൽ അവിടെ കൂടി നിന്ന ആൾക്കാരെല്ലാം മാർപ്പ് വിളിക്കാൻ തുടങ്ങുകയാണ്. പീറ്റർ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ആ ഒരു മനുഷ്യരുടെ ഉള്ളിൽ എന്താണ്, ഒരു തരി പോലും ദയയില്ല തോന്നുന്നു. ഇതേ നേരം തന്നെ മേജർ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് പീറ്ററിനോട് പറയുന്നുണ്ട്, നീയാണ് ആ 50 പേരിൽ മിടുക്കൻ, നീയാണ് ഇനി മുതൽ ഈ നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ നീയാണ്. അത്രയും സമ്പത്താണ് ഇനി നിന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. എന്നാൽ അതിനേക്കാൾ വലുതായിട്ട് നിന്റെ ഏതൊരു ആഗ്രഹവും, ഒരാഗ്രഹം ഇവിടെ വെച്ച് ഞങ്ങളിപ്പോ നടത്തി തരും. ധൈര്യമായിട്ട് പറഞ്ഞു, എന്താണ് നിന്റെ ആഗ്രഹം? കുറച്ചു നേരം ആലോചിച്ച് പീറ്റർ പറയാണ്, എനിക്കൊരു തോക്ക് വേണമെന്ന് പറയാണ്. ഇത് കേട്ട മേജർ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയാണ്, ഒരു തോക്കോ? അത്ര നിസാരമാണോ നിന്റെ ആഗ്രഹം? ആയിക്കോട്ടെ, ഒരു തോക്ക് തരാന്ന് പറയാണ്. എന്നാൽ പീറ്റർ പറയാണ്, ഏതെങ്കിലും ഒരു തോക്കല്ല വേണ്ടത്, ഈ മത്സരത്തിൽ തോൽക്കുന്ന ആളെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിക്കുന്ന ആ ഗണ്ണുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയണം. അതായത് തൊട്ടടുത്തുള്ള പട്ടാളക്കാരന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു തോക്ക്. ഇതെന്തിനാണെന്ന് അറിയോ? ഈ മത്സരത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിജയിച്ചത്, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് എടുത്തു വെക്കാനാ. ഇത് കേട്ടപ്പോൾ മേജർ പറയാണ്, ആയിക്കോട്ടെ, അവന്റെ കയ്യിൽ നിന്ന് നീ ആ ഒരു ഗണ്ണ് മേടിച്ചോ
എന്ന് പറയാണ്. ആ ഗണ്ണ് ഇപ്പോ പീറ്ററിന് കൊടുക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ആ ഗണ്ണ് നേരെ മേജറിന് നേരെ ചൂണ്ടുകയാണ് കേട്ടോ. ആ സമയത്ത് മേജർ ആകെ ഒന്ന് പതറി പോകുന്നുണ്ട്. നീ എന്താ ഈ ചെയ്യുന്നേ? മണ്ടത്തരം കാണിക്കുകയാണോ? മര്യാദക്ക് ആ ഒരു തോക്ക് താഴെ ഇടുന്ന് പറയണം. ഇത്രയും വലിയൊരു മത്സരത്തിൽ വിജയിച്ചവനാണ് നീ. 49 പേരെയാ തോൽപ്പിച്ചത്. നിനക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു സമ്മാനം. അതുപോലെ നിന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും. ഇതൊക്കെ ഉണ്ടായിട്ടും നീ മണ്ടത്തരം കാണിക്കാൻ നിൽക്കല്ലേ എന്ന് മേജർ പറഞ്ഞെങ്കിലും പീറ്റർ അതൊന്നും കേൾക്കാതെ അയാളുടെ ദേഹത്തേക്ക് വെടിവെക്കുകയാണ്. ആ ദുഷ്ടനായ മനുഷ്യൻ അവിടെ വെച്ച് തന്നെ നിലംപൊത്തി വീഴുന്നുണ്ട് കേട്ടോ. ഇപ്പോ ഈ ഒരു വെടിവെച്ചെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ 4 ഭാഗത്തേക്ക് ചിതറി ഓടുകയാണ്. അതുപോലെ പട്ടാളക്കാരും അവരും എവിടെയോ പോയി കേട്ടോ. ഇപ്പൊ ആ ഒരു സ്ട്രീറ്റിൽ ആരുമില്ല. പീറ്റർ മാത്രം അവൻ ഒറ്റയ്ക്കാണ്. ഇപ്പൊ ആ ഒരു സ്ട്രീറ്റിലൂടെ അവൻ അങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നടന്നു പോകുന്ന സമയത്ത് അവൻ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ പറയാം. അതായത് മേജറിനെ കൊന്നപാട് തന്നെ ബാക്കിയുള്ള പട്ടാളക്കാർ പീറ്ററിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ നടന്നു പോകുന്നത് അവന്റെ ആത്മാവായിരിക്കണം. അല്ലെങ്കിൽ മേജറെ കൊന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ ആകെ ഭയന്നിരിക്കണം. പുതിയൊരു ലോകത്തിന് തുടക്കം കുറിക്കാൻ പോവാണ് പീറ്റർ. അപ്പോൾ ഇതിലേത് ക്ലൈമാക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.